ശാസ്ത വിങ്ക വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മാജിക്കൽ റിയലിസം എന്ന ആഖ്യാന രീതിയാണ് മാർക്കേസിന്റെ 100 Years of Solitude എന്ന കൃതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അത്തരം ഒരു ലോകത്തിന്റെ പ്രതീതിയാണ് കോലാലംപൂരിലെ KLCC അക്വേറിയത്തിൽ എത്തിയാൽ അനുഭവപ്പെടുക. കാഴ്ചയുടെ മാന്ത്രിക ചെപ്പ് തുറക്കുമ്പോൾ അവ സ്വർണ്ണശലഭങ്ങൾ പോലെ നമുക്കടുത്തേക്ക് നീന്തിത്തുടിച്ചു വരുന്നു. ചീങ്കണ്ണിയോട് രൂപസാദൃശ്യമുള്ള ഈ ഭീമൻ മത്സ്യങ്ങളെ കാണുമ്പോൾ മനസ്സിൽ ഒരൽപ്പം ഭയം നുരയിട്ട് വരുന്നുണ്ട്. അലിഗേറ്റർ ഫിഷ് എന്നാണ് ഇവയുടെ പേര്. മനസ്സ് സങ്കല്പിക്കുന്ന ജാമിതീയ രൂപങ്ങൾക്കപ്പുറത്തുള്ള ചില കാഴ്ചകൾ. ഇവയുടെ ഭീമാകാര രൂപം കണ്ണുകൾ കൊണ്ട് പകർത്തിയാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. അലിഗേറ്റർ ഫിഷിനെ വളർത്തുന്നത് നമ്മുടെ നാട്ടിലും പ്രചുരപ്രചാരം നേടിവരികയാണ്. ക്യാമറ കണ്ണുകൾക്ക് ഏറ്റവും വലിയ സദ്യയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മിഴികളിൽ തെളിയുന്നത് ഭയാനകതയാണെങ്കിലും ആകെ മൊത്തത്തിൽ ഒരു താപസഭാവം. ഇയാളുടെ നിൽപ്പ് കാണുമ്പോൾ ഗറില്ല യുദ്ധമുറ പഠിച്ച ഒരാളാണെന്ന് തോന്നുന്നു. വിവിധ തട്ടുകളിലും ഗ്രൂപ്പുകളിലുമായാണ് പലരുടെയും നിൽപ്പ്. നമ്മുടെ യുക്തിക്കും സങ്കല്പത്തിനും അപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു വൃക്ഷരൂപത്തെ ചുറ്റിക്കൊണ്ട് ഭീമാകാരമായ ഒരു ഗ്ലാസ് ടവർ, അതിനുള്ളിൽ എണ്ണിയാലൊടുങ്ങാത്ത മത്സ്യങ്ങൾ. സ്രാവുകളാണ് ഈ ടാങ്കിൽ പുളച്ചു നടക്കുന്നത്. സമുദ്രാന്തർഭാഗത്തെ അത്ഭുത ലോകമാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. പവിഴപ്പുറ്റുകളും അവയ്ക്കിടയിലെ അപൂർവ മത്സ്യങ്ങളും. സ്വന്തം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് ഷോക്കടിപ്പിക്കുന്ന ഈൽ മത്സ്യമാണിത്. ഈ കാഴ്ച കിലോമീറ്റർ കണക്കിന് ആഴമുള്ള സമുദ്രാന്തർഭാഗത്തിന്റെ പ്രതീതി ഉളവാക്കുന്നു. വിഷ്വലൈസേഷന്റെ അപാര സാധ്യത കൂടി ഈ പ്രദർശനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മലേഷ്യയിലെ ഏറ്റവും വലിയ അക്വേറിയമാണിത്. പെട്രോണാസ് ട്വിൻ ടവറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ വിസ്തീർണം 60,000 സ്ക്വയർ ഫീറ്റ് ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, മോണോറെയിൽ എന്നിവയിൽ ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. 5000-ലധികം ലാൻഡ് വാട്ടർ സ്പീഷീസിൽപ്പെട്ട ജീവികളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. ഇവയിൽ തിരണ്ടിയും സ്രാവും കടൽക്കുതിരകളും കടലാമകളും ഒക്കെ ഉൾപ്പെടുന്നു. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതും ഇനിയൊരിക്കലും കാണാൻ സാധ്യതയില്ലാത്തതുമായ ഒട്ടേറെ ജീവികളെ ഇവിടെ കാണാം. ഏതാണ്ട് 1.25 മണിക്കൂർ കൊണ്ട് മാത്രമേ നമുക്ക് ഈ അത്ഭുത ലോകം കണ്ടു തീർക്കാൻ സാധ്യമാവുകയുള്ളൂ. തൊണ്ണൂറ് മീറ്റർ നീളത്തിലുള്ള ഗ്ലാസ് ടണലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ തിരണ്ടികളും സ്രാവുകളും വൻ മത്സ്യങ്ങളും കടലാമകളുമൊക്കെ നമുക്ക് മുകളിലൂടെ തുഴഞ്ഞു പോകുന്നത് കാണാം.
കടൽ ജീവിതത്തിൻ്റെ തുടിപ്പും താളവും സ്പന്ദനവും അങ്ങനെയുള്ള ഒരു നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാനാവുക. കടലിടുക്കിൻ്റെയും ഗർത്തങ്ങളുടെയും മിനിയേച്ചർ രൂപത്തിലുള്ള പുനരാവിഷ്കാരം ഏറെ ഭംഗിയുള്ളതാണ്. പവിഴപ്പുറ്റുകളുടെ ലോകത്ത് ജീവിക്കുന്ന വർണ്ണമത്സ്യങ്ങൾ ഏറെ സുന്ദരന്മാരാണ്. അതിഭീകരന്മാരായ പിരാനകളെയും നമുക്ക് ഈ അക്വേറിയത്തിൽ കാണാനാവും. ശരീരത്തിൽ നിറയെ പുള്ളികളുള്ള ഒരുതരം സ്രാവാണ് ഈ പാഞ്ഞു പോകുന്നത്. ഇളം നീല നിറത്തിലുള്ള ലൈറ്റ് സമുദ്രാന്തർഭാഗത്തിന്റെ അഗാധ നീലിമ പ്രദാനം ചെയ്യുന്നു. ചില മത്സ്യങ്ങൾ വലിയ നാണംകുണുങ്ങികളാണ്. മറ്റു ചിലവ നല്ല സഞ്ചാരപ്രിയരാണ്. ഈ കിടപ്പ് കണ്ടാൽ നല്ല ഉറക്കമാണെന്നാണ് നമുക്ക് തോന്നുക. മത്സ്യങ്ങൾക്ക് കൺപോളകളില്ല എന്നത് കൗതുകകരമായ ഒരു അറിവാണ്. കോലാലംപൂറിലുള്ള സിറ്റി സെന്റർ അക്വേറിയത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് സന്ദർശിക്കാൻ കഴിയുന്ന ഒരു വിദേശ രാജ്യമാണ് മലേഷ്യ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.